തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെതിരെ KGMOയെ ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്ന പരാതി. ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടറെയാണ് കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ തേടിയത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഒരാളെ, ഡ്യൂട്ടിയിൽ ജനറൽ ആശുപത്രിയിലുള്ള ഒരു ഡോക്ടറെ അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താമോ? എന്താണ് KGMOയുടെ പരാതിയിൽ പറയുന്നത്? കളക്ടർ വീട്ടിൽ നിന്നും ഒരു ഡോക്ടർ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ജീവനക്കാരുടെ ബുദ്ധിമുട്ട് മൂലം അനുഭവപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് കളക്ടറുടെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. കളക്ടർ ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഏകദേശം 3/4 മണിക്കൂറോളം വീട്ടിൽ ആ ഡോക്ടറെ കാത്ത് നിർത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് ഈ രോഗമാണ്, രോഗം ചെറുതാണെങ്കിൽ പോലും അതിൻ്റെതായ തരത്തിലുള്ള ഗൗരവമുണ്ട്. പക്ഷേ ഒരു ഡോക്ടറെ മുഴുവൻ സമയവും ഇവിടെ സേവനം ചെയ്യേണ്ട സമയം മെനക്കെടുത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സിപ്പിക്കുകയാണ്. അതും കുഴിനകത്തിനാണ് ചികിത്സ. കളക്ടർക്ക് ഒന്ന് ആശുപത്രി വരെ പോകാനുള്ള സമയമുണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഡോക്ടറുടെ സമയം അവിടെ ചിലവായി. മാത്രമല്ല, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് മൂലം വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് അവിടെ എത്തുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. വലിയ തോതിലുള്ള ക്യൂ നമുക്ക് ഏത് സമയത്ത് ചെന്നാലും ജനറൽ ആശുപത്രിയിൽ കാണാൻ കഴിയും. ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ട്, അതോടൊപ്പം തന്നെ നഴ്സുമാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമീപ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ജനറൽ ആശുപത്രിയിൽ നിന്നും ഉള്ളത്, അവിടുത്തെ മോർച്ചറി പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ആശുപത്രിയിൽ നിന്നുമാണ് ഒരു ഡോക്ടറെ വീട്ടിലേക്ക് കളക്ടർ വിളിച്ചു വരുത്തിയത്. അത്തരത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരെയൊക്കെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതൊക്കെ മുൻപും നടന്നിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇത് ഒരു കുഴിനക ചികിത്സയ്ക്ക് വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ പരാതി. KGMO ഈ വിഷയത്തിൽ പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം നടപടികൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ളതാണ് KGMO നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരോഗ്യ മേഖലയിലേക്കുള്ള നിയമനങ്ങളൊക്കെ നടന്നിട്ട് കുറേ കാലമായി, ഫില്ല് ചെയ്യാനുള്ള വേക്കൻസികൾ ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആശുപത്രികളിലൊക്കെ വീഴ്ചകൾ വരുന്നത് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ ഇത്തരം IMAയും അതോടൊപ്പം തന്നെ KGMO അടക്കമുള്ള സംഘടനകൾ പറയുന്നത്, ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്തു തരൂ, ഈ കുറവുള്ള ആളുകളുടെ എണ്ണം നികത്തി തരൂ എന്നുള്ളതാണ് അവർ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.